ജോലിയും സമയവുമായി ബന്ധപ്പെട്ട പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ പാർട്ടിൽ n1d1 = n2d2 എന്ന ഇക്വേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് കണ്ടത്. അവിടെ നമ്പർ ഓഫ് ആളുകളും നമ്പർ ഓഫ് ഡേയ്സും തന്നിരിക്കും. എന്നിട്ട് അതിൽ നിന്നും ചിലപ്പോൾ എത്ര ദിവസം കാണാനോ അല്ലെങ്കിൽ എത്ര ആളുകൾ വേണം അല്ലെങ്കിൽ എത്ര പേർ കൂടുതൽ വേണം അല്ലെങ്കിൽ എത്ര ദിവസം കൂടുതൽ വേണം എന്നൊക്കെയായിരുന്നു ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ കണ്ടത്. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പാർട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ അവസാനത്തിലും എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ചെയ്തിട്ട് ഉത്തരത്തിൽ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കുന്നു. അതേ ജോലി ബി ചെയ്ത് തീർക്കാൻ 24 ദിവസം എടുക്കും. എങ്കിൽ എയും ബിയും ചേർന്ന് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. എ എന്നുള്ളത് 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നുണ്ട്. ബി എന്നുള്ളത് 24 ദിവസം കൊണ്ടും ജോലി ചെയ്ത് തീർക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ ജോലിയാണ് ചെയ്യുന്നത്. ഒരേ ജോലിയാണ് ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് ഈ പറയുന്ന സ്റ്റെപ്പ് യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ്, ഒന്നാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ ടോട്ടൽ വർക്ക് കാണണം. ഇതിൻ്റെ രണ്ടുപേരും ചെയ്യുന്ന ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും സംഖ്യയുടെ LCMന് തുല്യമാണ്. അപ്പോൾ എയുടെയും ബിയുടെയും സംഖ്യകൾ ഏതൊക്കെയാണ്? 12ഉം 24ഉം. അതിൻ്റെ LCMന് തുല്യമാണ്. 6 2 12 12 24 3 2 6. അതേപോലെ 6 2 12 വീണ്ടും 3 2 ഇവിടെ ഒരു 3 3 ഇവിടെ 2 3 6. എത്ര കിട്ടും? 2 2 4 4 3 12 12 × 1 12 12 × 2 24. അപ്പം LCM എത്ര കിട്ടും? 24. നമ്മൾ 24 യൂണിറ്റ് എന്ന് ആക്കിയെടുക്കണം. മനസ്സിലായല്ലോ? ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെ എടുത്തു? 24 ടോട്ടൽ വർക്ക് 24 യൂണിറ്റ് അവർ ചെയ്യുന്നുണ്ട്, എയും ബിയും കൂടി. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുക. എ ഇപ്പോൾ 12 ദിവസം കൊണ്ടാണ് ഈ 24 യൂണിറ്റ് തീർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എ എത്ര യൂണിറ്റ് തീർക്കും? എത്ര യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് എ തീർക്കണം? ഒരു ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് തീർക്കണം? അപ്പം 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുക 2 യൂണിറ്റ്. ഒരു ദിവസം കൊണ്ട് എ 2 യൂണിറ്റ് ജോലി തീർക്കും. അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ബി എത്ര യൂണിറ്റ് ചെയ്തു തീർക്കും? 24നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 യൂണിറ്റ് ബിയും ചെയ്തു തീർക്കും. രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ എയും ഈ ബിയും ആഡ് ചെയ്യുക. എ പ്ലസ് ബി. എ പ്ലസ് ബി സമം 2 + 1 = 3 യൂണിറ്റ് കിട്ടി. 3 യൂണിറ്റ്. എ പ്ലസ് ബി = 3 എന്നുള്ളത് കിട്ടി. ഇനി എന്ത് വേണം? നാലാമത്തെ സ്റ്റെപ്പിൽ ഈ 3 യൂണിറ്റ് എ പ്ലസ് ബി ഇല്ലേ? ഇനി ഈ എ പ്ലസ് ബി ഒരു ദിവസം കൊണ്ട് എ പ്ലസ് ബി 3 യൂണിറ്റ് കിട്ടി. ഈ എ പ്ലസ് ബി ഒരു ദിവസം കൊണ്ട് എ പ്ലസ് ബി എത്ര യൂണിറ്റ് ചെയ്ത് തീർക്കുന്നു കാണണം. അതാണ് അടുത്തത്. ഒരു ദിവസം കൊണ്ട് എ പ്ലസ് ബി ചെയ്യുന്ന യൂണിറ്റാണ് വർക്കാണ്. എത്ര? 24നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എ പ്ലസ് ബി ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്ക് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 24/3 എന്ന് പറഞ്ഞാൽ 8 ദിവസം. 8 ദിവസം. ഇതാണ് ഈ 8 ദിവസമാണ് എയും ബിയും കൂടി ചെയ്ത് ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട. അടുത്ത ഉദാഹരണം നോക്കാം. എയും ബിയും ചേർന്ന് ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. ബി മാത്രം അതേ ജോലി തീർക്കാൻ 30 ദിവസം എടുക്കും. എങ്കിൽ എ തനിച്ച് ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. എയും ബിയും ചേർന്നിട്ട് ഒരു ജോലി 12 ദിവസം. അപ്പം എ പ്ലസ് ബി ഗീവ്സ് 12 ദിവസം. ബി മാത്രം അതേ ജോലി തീർക്കാൻ 30 ദിവസം. ബി ഗീവ്സ് 30. എങ്കിൽ എ തനിച്ച് ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും? ഞാൻ പറഞ്ഞു ഒരേപോലത്തെ
വർക്കാണ് രണ്ടു പേരും ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് ഈ മെത്തേഡ് ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നാൽ അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെയും LCM കാണണം. 12ൻ്റെയും 30 ടോട്ടൽ. ഈ LCM ആണ് എന്തിന്? ടോട്ടൽ വർക്കിന് ഈക്വലാണ്. ടോട്ടൽ വർക്കിന് ഈക്വലാണ് LCM. ഒന്നാമത്തത് അങ്ങനെയാണ്. അപ്പോൾ LCM ചെയ്യണം. LCM 12ൻ്റെയും 30ൻ്റെയും LCM എന്ന് പറഞ്ഞത് 6 × 12, 6 × 2 12, 15 × 2 30, 3 2, 3 × 2 15, then 3 3 and 5. LCM equal to 2 × 2 × 3 × 1 × 5 ആണല്ലോ. എത്ര കിട്ടും? 2 × 2 4, 4 × 3 12, 12 × 5 60. അപ്പം LCM എന്താണ്? 60. 60 യൂണിറ്റ് ആക്കിയിട്ട് എടുക്കണം. ഇത്രയും ടോട്ടൽ വർക്ക് 60 യൂണിറ്റാണ്. ഇനി ഒന്നാമത്തേത് കണ്ടു. രണ്ടാമത്തെ എന്ത് ചെയ്യണം? A+B ഒരു യൂണിറ്റ് ചെയ്യാൻ A+Bക്ക് വേണ്ടത് എന്താണ്? ഒരു യൂണിറ്റ് ചെയ്യാൻ A+Bക്ക് എന്ത് വേണം? A+B എന്താവും? ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ A+B gives 60 / 12. അതുപോലെ ഒരു യൂണിറ്റ് ചെയ്യാൻ ബിക്ക് വേണ്ടതോ 60 / 30. 60/12 എത്രയാണ്? 5 and 60/30 2. അതായത് A+Bക്ക് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ 5 days വേണം. അതേപോലെ ബിക്ക് ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ 2 days വേണം. ഇതിൽ നിന്ന് നമുക്ക് A കിട്ടുമല്ലോ. therefore A equal to A എത്ര ഉണ്ടാവും? എക്ക് 3 എന്ന് കിട്ടും അല്ലേ? B = 2 ആകുമ്പം A+B = 5. therefore A = 3. നമ്മുടെ ചോദ്യം എന്താണ്? എക്ക് ഇതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കുന്നതാണ്? 60 യൂണിറ്റിനെ എന്നെ 60 യൂണിറ്റ് / 3 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 20 days വേണം എക്ക് തനിച്ച് ഈ ജോലി തീർക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്ക് ഒരു ജോലി തീർക്കാൻ 8 ദിവസം എടുക്കും. അതേ ജോലി തീർക്കാൻ ബിക്ക് 10 ദിവസവും എടുക്കും. സിക്കും 20 ദിവസവും എടുക്കും. എങ്കിൽ എയും ബിയും സിയും കൂടി അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഇവിടെ 3 എണ്ണം ഉണ്ട്. എ ബി സി എന്ന് പറഞ്ഞാൽ 3 പേരുണ്ട്. അപ്പം എ എന്ന് പറയുന്നത് 8 ദിവസം എടുക്കും, ബി 10 ദിവസം എടുക്കും, സി 20 ദിവസവും എടുക്കും. 20 ദിവസം എടുക്കും. എങ്കിൽ എയും ബിയും സിയും കൂടി അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ LCMന് തുല്യമാണ്, ഈക്വൽ ടു LCM. ഈ 3ൻ്റെ LCM എന്ന് പറഞ്ഞത് LCM ഈക്വൽ ടു 40 യൂണിറ്റാണ്. LCM എന്ന് പറഞ്ഞത് 40 യൂണിറ്റ്. ചെയ്ത് നോക്കുക. LCM 40 കിട്ടുക. ഇനി രണ്ടാമത്തെ A 8 ദിവസമാണ്. അപ്പം ഒരു ദിവസം ചെയ്യേണ്ടത്, ഒരു ദിവസം എ ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 40നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 5. അതുപോലെ ബിക്ക് 40 / 10 4. അതുപോലെ സി ചെയ്യണത് 40 / 20 = 2 ആണല്ലോ. ഇങ്ങനെ ഇത് കിട്ടി. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് വേണം? A+B + C ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് A+B + C കണ്ടാൽ 5 + 4 + 2 = 11 കിട്ടും. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ? A+B + C ഒരു ദിവസം ചെയ്യുന്ന വർക്ക് കാണണം. ഒരു ദിവസം A+B + C എത്ര യൂണിറ്റ് വർക്ക് ചെയ്യുന്നു കാണാൻ 40 യൂണിറ്റിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 40/11 എന്ന് പറഞ്ഞാൽ 3 7/11, 3 7/11 കിട്ടും. ഇത്രയും ദിവസം 3 പേർക്കും കൂടി, എക്കും ബിക്കും സിയും കൂടി ഇതേ ജോലി തീർക്കാൻ ഇത്രയും ദിവസം എടുക്കും. 3 പോയിൻ്റാണ് 7/11 എന്ന് പറഞ്ഞാൽ അത്രയും ദിവസം എടുത്താൽ മാത്രമേ 3 പേർക്കും കൂടി ഈ ജോലി തീർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്ക് ഒരു ജോലി X ദിവസം കൊണ്ട് ചെയ്യാൻ സാധിക്കും.
ബിക്ക് അതേ ജോലി തീർക്കാൻ 3x ദിവസം വേണം. എയും ബിയും കൂടി ജോലി തീർക്കാൻ 12 ദിവസം എടുക്കും. എങ്കിൽ എക്സിൻ്റെ വില എന്ത് എന്നാണ് ചോദ്യം. എക്ക് ഒരു ജോലി തീർക്കാൻ x ദിവസം വേണം. ബിക്ക് അതേ ജോലി തീർക്കാൻ 3x ദിവസം വേണം. എയും ബിയും കൂടി ജോലി തീർക്കാൻ എന്ത് വേണം? 12 ദിവസം എടുക്കുമെന്ന ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആണല്ലോ. ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരേ വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യണം? ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് കാണണം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ LCMന് എയുടെയും ബിയുടെയും LCMന് തുല്യമാണ്. ഇതിൻ്റെ എൻ്റെയും ബിൻ്റെയും LCM അപ്പം എന്താണ്? എക്സിൻ്റെയും 3xൻ്റെയും LCM എന്ന് പറഞ്ഞാൽ 3x ആണ് അതിൻ്റെ LCM. അപ്പം LCM കിട്ടി, 3x കിട്ടി, LCM കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു ദിവസത്തിന് വേണ്ടി ഒരു ദിവസം എക്ക് ചെയ്യുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈ എയുടെയും ബിയുടെയും സംഖ്യ കൊണ്ട് LCMന് തുല്യമാണ്. അപ്പോൾ ഇനി LCM കാണണം. LCM എന്താ? 12ൻ്റെയും 24ൻ്റെയും LCM എന്താ? ഘടകങ്ങളാക്കി മാറ്റുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 × 2 12, വീണ്ടും 24നെ 12 × 2 24, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 × 2 6, 6 × 2 12, വീണ്ടും 3 പോവും. 1 × 3 3, 2 × 3 6 ആണല്ലോ. അപ്പോൾ LCM എന്താണ്? 2 × 2 × 3 × 1 × 2 24. അപ്പോൾ എന്തിട്ട്? LCM = 24. LCM ആണ് എന്ത്? ടോട്ടൽ വർക്കാണ് എന്തിട്ടിയത്? 24. ഇത് നമുക്ക് 24 എന്താണ് പറഞ്ഞിട്ടില്ല. എന്ത് ജോലിയാണ് 24 എന്ന് പറഞ്ഞിട്ടില്ല. ജോലി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന ജോലിയാണ് 24 ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർത്തതെന്ന് പറയാം. ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഏത് ജോലി അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ 24 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു യൂണിറ്റ് എന്നാക്കി എടുക്കുകയാണ്. സ്റ്റെപ്പ് ഇത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ടോട്ടൽ വർക്ക് കാണാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഒരു ദിവസം കൊണ്ട് എന്താക്കി? ഒരു ദിവസം കൊണ്ട് എത്ര ജോലി എടുത്തു? ഒരു ദിവസം കൊണ്ട് എത്ര ജോലി ചെയ്തു? ഒരു ദിവസം കൊണ്ട് 24/12 ഇട്ടു അല്ലേ? 24/12. അതായത് ഒരു ദിവസം കൊണ്ട് 2 യൂണിറ്റ് ജോലി എടുത്തു. അതേപോലെ ബി ഒരു ദിവസം കൊണ്ട് എത്ര യൂണിറ്റ് എടുത്തു? അത് എത്ര ജോലി ചെയ്തു? അതാണ് ബി 24 അല്ലേ? 24/24 ഒരു യൂണിറ്റ് കിട്ടി അല്ലേ? 24 യൂണിറ്റ് കൊണ്ട് 12 ദിവസം 24 യൂണിറ്റ് എടുക്കാൻ 12 ദിവസം എക്ക് വന്നിട്ടുണ്ട്. അപ്പം ഒരു ദിവസം എന്ത് കാണണമെങ്കിൽ എന്തുകൊണ്ട് 24/12 ചെയ്യണം. അങ്ങനെ 2 യൂണിറ്റ് കിട്ടി. ബിക്ക് 24 യൂണിറ്റ് ചെയ്യാൻ 24 ദിവസം വേണ്ടി വന്നു. അപ്പോൾ ഒരു യൂണിറ്റ് കാണാൻ എന്ത് ചെയ്യണം? ഒരു ദിവസത്തെ കാണാൻ 24/24, അപ്പോൾ 1 യൂണിറ്റ് കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എൻ്റെയും ബിൻ്റെയും ഓരോ യൂണിറ്റിൽ നമ്മൾ കണ്ടെത്തി. ഇനി മൂന്നാം സ്റ്റെപ്പിൽ A + B ആ 2 യൂണിറ്റും ആഡ് ചെയ്യണം. അപ്പം A + B ആ 2 യൂണിറ്റ് ആഡ് ചെയ്യുമ്പോൾ 2 + 1 3 യൂണിറ്റ്. രണ്ടാളും കൂടി 3 യൂണിറ്റ് ജോലി എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ 3 യൂണിറ്റ് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം അല്ലേ? എയും ബിയും ചേർന്ന് അതേ ജോലി തീർക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് വേണം? അടുത്തത് ഇക്വേഷൻ നമുക്ക് നാലാമത്തിൽ പോവാം. ഈ എയും ബിയും ജോലി തീർക്കാൻ 24/3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 8 ദിവസം, 8 ഡേയ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടൽ വർക്ക് കാരണം LCM എടുക്കുക. രണ്ടിൻ്റെയും നമുക്ക് തന്ന A, B എന്താണോ അതിൻ്റെ LCM എടുക്കുക. LCM എടുത്താൽ അത് അതിൻ്റെ ടോട്ടൽ വർക്കിന് തുല്യമാണ്. രണ്ടാമത്തെ A ഒരു ദിവസം കൊണ്ട് എടുത്ത ജോലി ചെയ്താൽ B ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ രണ്ടാമത്തെ കാണുക. രണ്ടാമത്തെ കണ്ട് മൂന്നാമത്തെ A + B ചെയ്യുക. A + B കിട്ടിയ ഉത്തരത്തിന് ടോട്ടൽ വർക്കിനെ ആ A + B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
ആൻസർ കിട്ടും. അപ്പം 2 പേരും ഇതേ ജോലി തീർക്കാൻ 8 ദിവസം എടുക്കും. കൂടുതൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.